ശ്രീഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വേദവ്യാസ മഹർഷി രചിച്ച ശ്രീമദ് ഭാഗവത പുരാണം, അതിൻ്റെ ഒരു ആമുഖമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അപൂർവമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും ജനനമരണങ്ങളാകുന്ന സംസാരത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന അജ്ഞാനികളായ സാധാരണ ജനങ്ങൾക്ക് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും തത്വങ്ങൾ വ്യക്തമാക്കി കൊടുത്ത് അവരെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാനാണ് കരുണാലുവായ ശ്രീ വേദവ്യാസ മഹർഷി 18 പുരാണങ്ങളും രചിച്ചത്. വേദോപനിഷത്തുകളിലെ പരമതത്വങ്ങൾ കഥകളിലൂടെ രൂപം കൊണ്ടതാണ് പുരാണങ്ങൾ. ബ്രഹ്മപുരാണം, പത്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, നാരദപുരാണം, അഗ്നിപുരാണം, സ്കന്ദപുരാണം, ഭവിഷ്യപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, വാമനപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ശ്രീമദ് ഭാഗവത പുരാണം. ഇവയാണ് ശ്രീ വേദവ്യാസ നിർമ്മിതമായ 18 പുരാണങ്ങൾ. പുരാണങ്ങൾക്ക് 5 ലക്ഷണങ്ങളും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം, അതാണ് 5 ലക്ഷണങ്ങൾ. എന്നാൽ ശ്രീമദ് ഭാഗവത പുരാണത്തിന് 10 ലക്ഷണങ്ങളാണ് പറയുന്നത്. അതായത് സർഗം, വിസർഗം, സ്ഥാനം, സ്ഥാനം പറയുമ്പോൾ സ്ഥിതി, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുചരിതം, നിരോധം, മുക്തി, ആശ്രയം. ശ്രീ വേദവ്യാസ മഹർഷി അവസാനം രചിച്ചതും ഏറ്റവും വിശിഷ്ടവുമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം. ബ്രാഹ്മണശാപമേറ്റ് 7-ാം ദിവസം തക്ഷകൻ്റെ വിഷദംശനമേറ്റ് മരിക്കും എന്നറിയുന്ന പരീക്ഷിത് മഹാരാജാവിന് മുക്തി നൽകാൻ വേണ്ടി വ്യാസപുത്രനും ബ്രഹ്മലീനനുമായ ശുഗബ്രഹ്മർഷി പറയുന്ന രീതിയിലാണ് ശ്രീമദ് മഹാഭാഗവതം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അക്കാലം മുതൽ എത്രയോ മനുഷ്യരെ അജ്ഞാനമാകുന്ന കരാള വിഷത്തിൽ നിന്നും രക്ഷിച്ച് മുക്തരാക്കാൻ ഈ ഭാഗവതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഭാഗവതം ഒരു പുരാണം മാത്രമല്ല, മൃത്യുവിൻ്റെ വിഷജ്വാലയിൽ നിന്നും ജീവനെ രക്ഷിക്കുന്ന അമൃതം കൂടിയാണ്. അനേകം ജന്മങ്ങളിലെ സുഹൃതം കൊണ്ട് മാത്രമേ ഭാരതത്തിൽ ജനിക്കുവാനും ശ്രീമദ് ഭാഗവതം വായിക്കുവാനും കേൾക്കുവാനും സാധിക്കുകയുള്ളൂ. അതായത് ദിവ്യമായ ബ്രഹ്മജ്ഞാനമാണ് ഭാഗവതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്ന് സാരം. സത്യം പരം ധീമഹി എന്നാരംഭിച്ച് സത്യം പരം ധീമഹി എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന ഭാഗവതം പരമസത്യമായ ബ്രഹ്മത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഭാഗ്യവാന്മാരെ വിപദ ഭാഗവതം രസമാലയം എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഭാഗവതമാകുന്ന രസം സേവിച്ച് പരീക്ഷിത് മഹാരാജാവിന് ഒടുവിൽ ബ്രഹ്മാനന്ദ രസം അനുഭവിക്കുവാനും ബ്രഹ്മത്തോട് ലയിക്കുവാനും സാധിച്ചു. അതുപോലെ നമുക്കും സാധിക്കണം എന്ന് സാരം. കലികാലത്തിൻ്റെ ആക്രമണത്താൽ ക്ഷീണിതയായിരുന്ന ഭക്തിയെയും ഉറങ്ങിക്കിടന്ന ജ്ഞാനവൈരാഗ്യങ്ങളെയും ഉണർത്തുവാൻ ജ്ഞാനയജ്ഞം ചെയ്യണം എന്നാണ് സനകാദി മഹർഷിമാർ നാരദ മഹർഷിയെ ഉപദേശിക്കുന്നത്. അതിന് പ്രകാരം ഹരിദ്വാറിൽ വെച്ച് സനകാദികൾ നടത്തിയ ഭാഗവത സപ്താഹം ശ്രവിച്ച് ഭക്തിക്ക് പുതുജീവനും ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ശക്തിയും ലഭിച്ചു. ഇതിൽ നിന്നും ആത്മാവിൻ്റെ സകലവിധ ശോകങ്ങളെയും നശിപ്പിക്കുന്ന പുണ്യഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് തെളിയുന്നു. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം എന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നു. ബ്രഹ്മം എന്നാൽ വേദം. അപ്പോൾ വേദസംഹിതമാണ് ഭാഗവതം. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര ലീലയൊക്കെ അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അവസരത്തിൽ സംസാര ദുഃഖത്തിൽപ്പെട്ട് ഉടലാൻ പോകുന്ന കലികാലത്തിലെ മനുഷ്യർക്ക് മുക്തിക്കുള്ള മാർഗം തെളിയിക്കുവാനായിട്ട് എൻ്റെ ചൈതന്യത്തെ ഞാൻ ഭാഗവതത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് ഉദ്ധവരോട് അരുളി ചെയ്തു. അതിനാൽ ഭാഗവതം പ്രത്യക്ഷ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരാളിന് അന്ധക്കരണ ശുദ്ധിയുണ്ടായി ജ്ഞാനം ലഭിക്കും എന്നതിന് സംശയമില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കലികാല മനുഷ്യരിൽ ഏറ്റവും പാപിയായവന് പോലും ഈശ്വരസ്വരൂപമായ ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി നേടാൻ സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട് എന്നാണ് പ്രസിദ്ധം. 32 അക്ഷരങ്ങൾ ചേർന്നതാണ് ഒരു ഗ്രന്ഥം അഥവാ ശ്ലോകം എന്ന് പറയുന്നത്. 5-ാം സ്കന്ധത്തിൽ ശ്ലോകങ്ങളെക്കാൾ ഗദ്യമാണ് കൂടുതൽ.
അവയെ 32 അക്ഷരം വീതം കണക്കാക്കണം. അങ്ങനെ നോക്കുമ്പോൾ 18,000 ശ്ലോകം കണ്ടെത്താൻ കഴിയും. 12 സ്കന്ധങ്ങളാണ് ഭാഗവതത്തിലാകെയുള്ളത്. 1-ാം സ്കന്ധത്തിൽ 19, 2-ൽ 10, 3-ൽ 33, 4-ൽ 31, 5-ൽ 26, 6-ൽ 19, 7-ൽ 15, 8-ഉം 9-ഉം സ്കന്ധങ്ങളിൽ 24 വീതവും 10-ൽ 90, 11-ൽ 31, 12-ൽ 13 എന്നിങ്ങനെ ആകെ 335 അധ്യായങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. ശ്രീമദ് ഭാഗവതം മുഴുവൻ ഒരേ സമയത്ത് വായിച്ചു തീർക്കാൻ കഴിയുന്നത് പരമഭാഗ്യം. അല്ലെങ്കിൽ സപ്താഹമായിട്ടോ, അതായത് 7 ദിവസം, നവാഹമായിട്ടോ, നവാഹം പറയുമ്പോൾ 9 ദിവസം, ദ്വാദശമായിട്ടോ, അത് പറയുമ്പോൾ 12 ദിവസം, അല്ലെങ്കിൽ പക്ഷമായിട്ടോ, പക്ഷം പറയുമ്പോൾ 14 ദിവസം, അതുമല്ലെങ്കിൽ മാസങ്ങൾ എടുത്തിട്ടോ വായിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പടേത് ശുണിയായസ്തു ഗോ സഹസ്രഫലം ലഭേത്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് നിത്യവും ഒരു ശ്ലോകമെങ്കിലും പഠിക്കുക. കഴിഞ്ഞില്ലെങ്കിൽ അര ശ്ലോകമോ അതുമല്ലെങ്കിൽ ഒരു പാദമോ പഠിക്കുക. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാഗവതം കേൾക്കുക. അതുകൊണ്ട് 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യം ലഭിക്കും. യാവദ്ദിനാനി ഹേ പുത്രശാസ്ത്രം ഭാഗവതം ഗൃഹേ താവത് പിബന്തി പിതര ക്ഷീരം സർപ്പിർ മധൂദകം. അതായത് ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിനും കേൾക്കുന്നതിനും സാധിക്കുന്നില്ലല്ലോ എന്ന് ഖേദിക്കുന്നവൻ നിത്യവും ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ വീട്ടിൽ വെച്ച് പൂജിക്കുകയെങ്കിലും ചെയ്യുക. ഈ ഗ്രന്ഥം ഭവനത്തിൽ ഉള്ള കാലത്തോളം നമ്മുടെ പൂർവികർ തേനും പാലും ഈ വീട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കും. അനുദിനമിതമായു സർവദാ സത്പ്രസംഗേ ബഹുവിധ പരിതാപേക്ഷീയതേ വർത്തമേവ ഹരിചരിതസുതാഭി ശിഷ്യമാനം തദേതത് ക്ഷണമഭി സബലം സ്യാദിത്യയം ശ്രമോത്ര. ദിവസവും ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും പലവിധ ദുഃഖങ്ങൾ അനുഭവിച്ചും നാം ജീവിതം പാഴാക്കുന്നു. അതേസമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലാവിനോദങ്ങൾ ഉൾക്കൊള്ളുന്ന സൽക്കഥകളാകുന്ന അമൃതബിന്ദുക്കളെ പറ്റി അല്പസമയം ചിന്തിച്ചാലും അത് നമ്മുടെ ജീവിതം സഫലമാക്കും. നമ്മൾ പറഞ്ഞല്ലോ, ശ്രീ ഭാഗവത പുരാണം ഭഗവാന്റെ പ്രത്യക്ഷ രൂപം തന്നെയാണ്. ഇതിനെ ഉപാസിച്ച് ഭഗവാന്റെ അവതാര ലീലകൾ കീർത്തിച്ച് അനുഭൂതി ഉണ്ടായിട്ട് സർവർക്കും മുക്തിമാർഗം തെളിയുവാൻ ഈ പാരായണം സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഭക്തിയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഭഗവത് കടാക്ഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ.